ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ ഞാനൊന്നൊരു അമ്പലപ്പായസമായിട്ടോ കാണിക്കാൻ പോകുന്നത്. പച്ചരി വെച്ചിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. ഉണങ്ങലരി ഉണ്ടായിരുന്നില്ല, ഉണങ്ങലരി വെച്ചിട്ടാണ് ശരിക്കും ചെയ്യുക. അവർ പച്ചരി വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പായസം കഴിപ്പിച്ചത് പാൽപ്പായസമായിരുന്നു. തനുമോക്ക് പാൽപ്പായസം വലിയ ഇഷ്ടമല്ല, അവൾക്ക് ഇത് ശർക്കര പായസം ഇഷ്ടം കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് എന്തായാലും ഇതുപോലത്തെ പായസം വേണമെന്ന്. അപ്പോൾ പച്ചരി വെച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ അതേ ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുക്കറിൽ അരി ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. നല്ലപോലെ വെന്തുടയൊന്നും വേണ്ട. എന്നിട്ട് ഇതേ ശർക്കര പാനി അതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കുറുക്കി എടുക്കണേ. അതിന് ശേഷം കുറുകി വരുമ്പോൾ ഞാൻ കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു, അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്പലപ്പായസമാണല്ലോ, അപ്പോൾ ഒരു തെച്ചിപ്പൂവും തുളസിയൊക്കെ കിടക്കട്ടെ, അപ്പോൾ അത് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം തീ ഓഫാക്കി കേട്ടോ. അപ്പോൾ അതേ പായസം റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അമ്പലത്തൊക്കെ ആ ഒരു കുറഞ്ഞ ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതേ കഴിഞ്ഞിട്ട് തനുമോള് വന്നിട്ടോ. അപ്പോൾ ചൂടുണ്ടായതൊരു സാധനം ഞാൻ ശരിക്കും ശ്രദ്ധിക്കാതെ അവളെ കയ്യിലേക്ക് വെച്ചെടുത്തിട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് പുള്ളി അതിൽ തന്നെ ഇട്ടിട്ട് അവൾ ഓടി. അപ്പോൾ വീണ്ടും വന്നു, വീണ്ടും അവളുടെ ഫ്രണ്ടിനെയും കൊണ്ടാട്ടോ വന്നത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൊടുത്തു. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമായിട്ടോ, രണ്ടുപേരും കഴിച്ചു. അപ്പോൾ ഇതാ ഞങ്ങൾ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.